അലമാലകൾ ആർത്തലച്ച് കരയിലേക്ക് കൊണ്ടുവരുന്ന സമ്മാനങ്ങളിൽ ചിലത് ഏറെ സന്തോഷവും ചിലത് ഏറെ സങ്കടവും പകരുന്നതായിരിക്കും. രണ്ടു കൈയും നീട്ടി അതിനെ സ്വീകരിക്കുന്ന കരയ്ക്കും ചില സങ്കടങ്ങൾ പറയാനുണ്ടാകും. കടൽക്കരയിൽ കക്ക പെറുക്കി ആസ്വദിക്കുന്ന കുരുന്നുകളും മണൽ ചിത്രങ്ങൾ എഴുതുന്നവരും കടൽക്കാറ്റേറ്റ് രസിച്ചു നിന്നവരുമെല്ലാം ഒരു നിമിഷം സ്തബ്ധരായി ആ കാഴ്ച കണ്ടു. അവിടെ കടൽക്കരയിൽ 2-3 വയസ്സ് തോന്നിക്കുന്ന മിടുക്കനായ ഒരാൺകുട്ടിയുടെ ജീവനറ്റ ദേഹം. വിടരും മുമ്പേ വീണു കരിഞ്ഞൊരു വിമല വിശുദ്ധമാം വെൺമലരെ വിതുമ്പുവാൻ പോലും കഴിഞ്ഞതില്ലേ, വിരഹിയായി നീയേറെ കരഞ്ഞിരുന്നോ. ലോകത്തിനു മുന്നിൽ ചോദ്യചിഹ്നമായി മാറിയ ആ പിഞ്ചു പൈതലിന്റെ കഥ ഞാൻ അവതരിപ്പിക്കട്ടെ. ഓർമ്മചിത്രം. സിറിയ തുർക്കി അതിർത്തി പ്രദേശത്തെ കോബാനി എന്ന കുർദ് ഗ്രാമം. സാധാരണക്കാരായ ആൾക്കാർ പാർക്കുന്ന ഒരു ഗ്രാമം. ഗ്രാമത്തിൻ്റെ നൈർമല്യം വാക്കിലും നോക്കിലും നിറച്ച ആ മനുഷ്യരുടെ ജീവിതം മാറി മറിഞ്ഞത് പെട്ടെന്നായിരുന്നു. മൃത്യുവിൻ കാലൊച്ച കേട്ടു, മൂർഖമാം ഗർജനമെവിടെയും, മർത്യന്റെ വില കെടുത്തുമാ വർഗീയ വിഷവിത്തു വളർന്നു വന്നു. 2014 മുതൽ സിറിയയെയും ഇറാഖിനെയും കശാപ്പ് ഭൂമിയാക്കിയ ഇസ്ലാമിക് സ്റ്റേറ്റ് അഥവാ IS എന്ന ഭീകര സംഘടനയുടെ ഉദയം വളരെ പെട്ടെന്നായിരുന്നു. സിറിയൻ തുർക്കി അതിർത്തി മുഴുവൻ കൈക്കലാക്കുക എന്ന ഉദ്ദേശ്യത്തോടെ ഏകദേശം 4 ലക്ഷത്തോളം ജനസംഖ്യയുണ്ടായിരുന്ന കൊബാനിയെ അവർ ആക്രമിക്കാൻ തുടങ്ങി. അപ്രതീക്ഷിതമായ ആ ആക്രമണത്തിൽ പകച്ചുപോയ കുർദുകൾ എന്ന തദ്ദേശവാസികൾ സർവശക്തിയുമെടുത്ത് തിരിച്ചടിച്ചു. യുദ്ധം യുദ്ധം യുദ്ധം, മനുഷ്യജീവൻ പിടഞ്ഞു വീണു, മണ്ണിൽ നിണനദി ഒഴുകിയിറങ്ങി, സോദരനാരെന്നറിയാത്തവരവർ സോദരരെ കൊല ചെയ്തിടുന്നു. ഇറാഖിൽ നിന്നും കൊള്ളയടിച്ച അമേരിക്കൻ നിർമ്മിതമായ നവീന ആയുധങ്ങളുമായി തങ്ങൾക്കെതിരെ കൊലവിളി നടത്തുന്ന ISനെ നേരിടാൻ കുർദുകളുടെ കയ്യിലെ ആയുധങ്ങൾക്ക് ശക്തി പോരായിരുന്നു. യുദ്ധം യുദ്ധം യുദ്ധം, മനുഷ്യജീവൻ പിടഞ്ഞു വീണു, മണ്ണിൽ നിണനദി ഒഴുകിയിറങ്ങി, സോദരനാരെന്നറിയാത്തവരവർ സോദരരെ കൊല ചെയ്തിടുന്നു. പതുക്കെ പതുക്കെ കുർദുകൾക്ക് തൊട്ടടുത്തുള്ള തുർക്കിയിലേക്ക് പിന്തിരിയേണ്ടി വന്നു. തങ്ങളുടെ ജന്മഗൃഹത്തെ IS ഭീകരർ ചുട്ടു ചാമ്പലാക്കുന്നത് കണ്ണുനീരോടെ കണ്ടു നിൽക്കേണ്ടി വന്നു അവർക്ക്. ഓ, എത്ര ഭയാനകം! കഷ്ടപ്പെട്ടു നേടിയതെല്ലാം, സ്വപ്നം കൊണ്ട് പടുത്തുയർത്തിയതെല്ലാം ഒരു നിമിഷം കൊണ്ട് ചാമ്പലായി. ആളുന്നൊരഗ്നിതൻ ആലിംഗനം കൊണ്ട് ആകെ തകർന്നു പോയി ജീവിതങ്ങൾ, ആടിയുലയുന്ന ജീവിതത്തോണിതൻ തുഴയും തുഴക്കോലും കളഞ്ഞുപോയി. കുർദുകളെ സഹായിക്കാൻ കഴിയുമായിരുന്ന തുർക്കിയുടെ അനങ്ങാപ്പാറ നയം അവരുടെ പകയുടെ തെളിവായിരുന്നു. ആ സമയത്താണ് ലോക പോലീസായി സ്വയം അവരോധിച്ചിരിക്കുന്ന അമേരിക്ക കുർദുകളുടെ സഹായത്തിനെത്തിയത്. വ്യോമാക്രമണം ഒരു വശത്ത്, മറുവശത്ത് YPG എന്ന കുർദു സേനയ്ക്കൊപ്പം കരയുദ്ധം. മാസങ്ങൾ നീണ്ട യുദ്ധങ്ങൾക്കൊടുവിൽ ISന് കനത്ത ആൾനാശം നേരിട്ടു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ 2015 ജനുവരിയിൽ അവർക്ക് കൊബാനിയിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു.
അപ്പോൾ കൊബാനിയുടെ അവസ്ഥ നാശക്കൂമ്പാരമായി തകർന്നടിഞ്ഞു. നരകമായി മാറിയ നഗരമല്ലോ. നിര ചേർന്നു കഴുകന്മാർ വട്ടമിട്ടു. ശവങ്ങളെ തിന്നവർ തൃപ്തരായി. ആ ശവക്കൂനുകളുടെ ഇടയിലൂടെ ജീവനോടെ കിട്ടിയ മക്കളെയും ഭാര്യയെയും കൊണ്ട് ഓടിപ്പോരുന്ന ആ കുടുംബത്തെ കാണുന്നില്ലേ? അഭയാർത്ഥികളായി ആ നാട്ടിൽ നിന്നും പലായനം ചെയ്യുന്ന അനേക കുടുംബങ്ങളിൽ ഒന്നു മാത്രമാണത്. എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ജീവിതം തിരിച്ചു കിട്ടിയതിൻ്റെ ആശ്വാസം അവരുടെ മുഖത്തുണ്ട്. അപ്പൻ്റെ നെഞ്ചിൽ സുരക്ഷിതത്വം അനുഭവിച്ചുകൊണ്ട് കൈവിരൽ ചപ്പുന്ന ആ കുഞ്ഞിനെ കണ്ടില്ലേ? അവനെ ഒന്ന് നോക്കിയാൽ വീണ്ടും ഒന്നുകൂടി നോക്കാൻ തോന്നും. അത്ര ഓമനത്വമാണ് ആ മുഖത്ത്. ദേ നോക്ക്, അവൻ്റെ ചിരി കണ്ടോ? ആ കുഞ്ഞി കൈകൾ കൊണ്ട് അവൻ അപ്പൻ്റെ പുറത്ത് താളം പിടിക്കുന്നു. ഐലൻ, വെള്ളം വേണോ? ഏന്തി വലിഞ്ഞ് പിന്നാലെ എത്തിയ അമ്മ രഹന്നയുടെ ചോദ്യം കേട്ട് അവൻ കൈനീട്ടി. വെയിലാളി തിളയ്ക്കുന്ന അക്ഷരഭൂമിയിലൂടെ പച്ചവെള്ളം മാത്രം കുടിച്ച് അവർ യാത്ര തുടങ്ങിയിട്ട് 2 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഉപ്പാ, നമ്മളെങ്ങോട്ടാ ഉപ്പാ പോകുന്നേ? മൂത്തവൻ ഗലീബിൻ്റെ ചോദ്യത്തിന് മറുപടിയായി അബ്ദുള്ള പറഞ്ഞു, മോനെ, മുള്ളുകമ്പി വേലിയുടെ അതിരില്ലാത്ത ഏതെങ്കിലും ഒരു നാട്ടിൽ കാനഡയിൽ എത്താൻ സാധിച്ചാൽ. പ്രതീക്ഷകൾ ചിറക് നൽകുന്നത് കൊണ്ടാണല്ലോ അവർക്കിങ്ങനെ നടക്കാനാവുന്നത്. തുറമുഖം നിറയെ അഭയാർത്ഥികൾ. ഭക്ഷണപ്പൊതിക്ക് വേണ്ടിയുള്ള ഓട്ടമത്സരം. ഗർഭിണികളുടെയും രോഗികളുടെയും എല്ലാം ദയനീയമായ മുഖങ്ങൾ. മുലപ്പാലിന് വേണ്ടി ഉറക്കെ കരയുന്ന കുഞ്ഞുങ്ങളെ തൃപ്തരാക്കാനാവാതെ വിങ്ങിക്കരയുന്ന അമ്മമാർ, ബന്ധുക്കൾ, സ്നേഹിതർ എല്ലാവരും പിരിഞ്ഞു പോകുന്ന വലിയ വേദന അനുഭവിക്കുന്നവർ. അനധികൃതമായി കുടിയേറാൻ പഴുതു തേടുന്ന ചില ഹതഭാഗ്യർ. ഉപ്പാ, ദേ ഒരു ബോട്ട് പോകാൻ തുടങ്ങുന്നു. നിൽക്കണേ! പറ്റില്ല, ഇപ്പൊ തന്നെ 8 പേരായി. ഇത് റബ്ബർ ബോട്ടാ. അങ്ങനെ പറയരുത്. എൻ്റെ കയ്യിലുള്ള സമ്പാദ്യം മുഴുവൻ ഞാൻ നിങ്ങൾക്ക് തരാം. പോലീസ് പിടിച്ചാൽ? ഇല്ല, ഞങ്ങൾ അപേക്ഷിച്ച് കിട്ടാത്തത് കൊണ്ടാ. 3 തവണ അപേക്ഷിച്ചതാ. പ്ലീസ് കേറിക്കോ. 8 പേർക്ക് മാത്രം കയറാവുന്ന ബോട്ടാ. സൂക്ഷിച്ചിരിക്കണേ. യാത്രയാവുകയായി ദുരിതമാം ഭാരതി തന്നിൽ ജീവിക്കുവാനുള്ള ആശയാലേ. അബ്ദുള്ള എന്ന ഹതഭാഗ്യനായ മനുഷ്യൻ തൻ്റെ ഭാര്യ രഹന്നയ്ക്കും മക്കളായ ഗലീബിനും ഐലനുമൊപ്പം കാനഡയിലേക്ക് യാത്രയായി. പ്രാർത്ഥനകൾ ഉരുവിട്ട് നിസ്സംഗതയുടെ മുഖംമൂടി അണിഞ്ഞ് ആ യാത്രക്കാർ. അവരെല്ലാം അഭയാർത്ഥികൾ. സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ലാതെ മുകളിൽ ആകാശവും താഴെ ഭൂമിയുമായി അവർ അലയുകയാണ്. ആരെങ്കിലും തങ്ങൾക്ക് അഭയം നൽകുമെന്ന പ്രതീക്ഷകൾ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അമ്മേ, എനിക്ക് അമ്മയുടെ മടിയിലിരിക്കണം. കുഞ്ഞ് ഐലൻ്റെ അപേക്ഷയാണ്. തിക്കിത്തിരക്കി ശ്വാസം പിടിച്ചിരിക്കുന്ന രഹനയുടെ കണ്ണ് നിറഞ്ഞു. അനങ്ങിയാൽ, ബോട്ട് മുങ്ങിയാൽ. വേണ്ട, മോൻ ഉറങ്ങിക്കോ. അമ്മയ്ക്ക് മടി വെക്കാൻ പറ്റില്ല. ബാപ്പയുടെ തോളി ചാച്ചി ഉറങ്ങിക്കോ. എനിക്ക് വിശക്കുന്നു. ഗലീബിൻ്റെ ആ അപേക്ഷ അവർ കേട്ടില്ലെന്ന് നടിച്ചു. കാരണം അവരുടെ കയ്യിൽ അവന് നൽകാൻ ഒന്നുമില്ല. തിരമാലകളുടെ ചാഞ്ചാട്ടത്തിനൊപ്പം ആ റബ്ബർ ബോട്ട് പൊങ്ങിയും താണും
യാത്ര മുന്നോട്ടു നീങ്ങി. പെട്ടെന്ന് കടൽ പ്രക്ഷുബ്ധമായി. ആഞ്ഞടിച്ച തിരമാലകൾ ആ റബ്ബർ ബോട്ടിനെ ആടി ഉലച്ചു. ഉയർന്നു പൊങ്ങിയ തിരമാലയുടെ ശക്തിയിൽ ബോട്ട് മുങ്ങി. എന്താണ് സംഭവിച്ചതെന്ന് തിരിച്ചറിയും മുമ്പേ ആഴങ്ങളുടെ അന്ധകാരത്തിലേക്ക് അവർ താണുപോയി. ദുരിതക്കടൽ നീന്തി പറന്നകന്നു, ദയനീയ ജീവിതം നിലച്ചുവല്ലോ. കരയുവാൻ പോലും കണ്ണീരതില്ലാത്ത അഭയാർത്ഥികൾ അവർ മാഞ്ഞുപോയി. 2015 സെപ്റ്റംബർ 2. ആ കടൽ തീരത്ത് അന്ന് തിരമാലകൾ കൊണ്ടുവന്നത് ചേതനയറ്റ ആ കുഞ്ഞു ശരീരമാണ്. ഐലൻ കുർദി എന്ന ഓമന കുഞ്ഞിന്റെ ശരീരം. വിടരും മുമ്പേ വീണു കരിഞ്ഞൊരു വിമല വിശുദ്ധമാം വെൺമലരെ, വിതുമ്പുവാൻ പോലും കഴിഞ്ഞതില്ലേ. വിരഹിയായി നീറെ കരഞ്ഞിരുന്നോ. പ്രിയമുള്ളവരെ, കിടക്കുന്ന മുറിയിൽ നിന്നും മറ്റൊരിടത്തേക്ക് മാറിക്കിടക്കുവാൻ പോലും മടിക്കുന്ന നമുക്ക് മുമ്പിൽ അഭയാർത്ഥികളുടെ നൊമ്പരത്തിന് എന്ത് വിലയുണ്ട്? മനുഷ്യനെ മനുഷ്യനായി കാണാനും സ്നേഹിക്കാനും പഠിപ്പിക്കുന്ന മതങ്ങളെ മറയാക്കി വർഗീയ വിഷം ചീറ്റുന്നവർ ചെയ്തു കൂട്ടുന്ന പാതകങ്ങളുടെ പാപകടങ്ങൾ എവിടെ വീട്ടിത്തീർക്കും? വർഗീയതയ്ക്കും വംശീയതയ്ക്കും എല്ലാം അതീതമായ മാനവ സ്നേഹത്തിൻ്റെയും മതമൈത്രിയുടെയും നല്ല പാഠങ്ങളെ നമുക്ക് സ്വന്തമാക്കാം. ലോക മനസാക്ഷിക്ക് മുമ്പിൽ നിലൂഫർ എന്ന ഫോട്ടോഗ്രാഫർ പകർത്തിയ ഐലൻ കുർദി എന്ന പിഞ്ചു ബാലന്റെ ജീവനറ്റ ശരീരം ഒരു ചോദ്യചിഹ്നമാകുമ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് പാടാം. വിടരും മുമ്പേ വീണു കരിഞ്ഞൊരു വിമല വിശുദ്ധമാം വെൺമലരെ, വിതുമ്പുവാൻ പോലും കഴിഞ്ഞതില്ലേ. വിരഹിയായി നീറെ കരഞ്ഞിരുന്നോ.